ഷഡ്ഡി എവിടെ ചോദിക്കുമ്പോഴത്തേന് ഷഡ്ഡി എവിടെ നിന്ന് ഇങ്ങനെ തിരിയുമ്പോഴത്തേന് ഈ ഡ്രൈവർ ഇത് മതിയോ എന്ന് ചോദിച്ച് ഇങ്ങനെ പൊക്കി പിടിച്ച് കാണിച്ചപ്പോൾ എൻ്റെ തലയിലോട്ടങ്ങ് വീണു. ഞാനെന്ത് പറഞ്ഞെന്ന് പറഞ്ഞു, എൻ്റെ തൊണ്ടാണ്, എൻ്റെ മക്കളാണ് സത്യം, ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല, സത്യം ചെയ്യുക. പക്ഷേ അത് സ്കിറ്റാണെങ്കിലും ഇത് നമ്മുടെ ഇവിടെ നടന്നൊരു സംഭവം. നിനക്ക് എന്നാ താമരൽ സാറിനെ വിളിച്ചപ്പോൾ അല്ലെന്ന് പറഞ്ഞ ഞാൻ റിഹേഴ്സൽ ചെയ്യുമ്പോഴൊക്കെ ഇങ്ങനെ നിൽക്കും. പക്ഷെ വേദി കയറി പെർഫോമൻസ് തുടങ്ങിക്കഴിഞ്ഞാൽ വേറെ ലെവലിലേക്ക് കയറി പോകും, പ്രതീക്ഷിക്കാത്ത ലെവലിലേക്ക് പോകും. ഒരു 2 ആഴ്ചത്തേക്ക് ഉറങ്ങില്ല, ഉറങ്ങാൻ പറ്റുന്നില്ല. കാര്യം നമ്മൾ വെറും വേസ്റ്റാണല്ലോ എന്നൊരു തോന്നലായി. നമസ്കാരം. ഇങ്ങനെ ഓരോ ആളുകൾ വന്നു പോകുന്നു, അടുത്ത ആൾ വരുന്നു. അത് നമുക്കും വലിയ സന്തോഷമാണ്, നമ്മുടെ പ്രേക്ഷകർക്കും വലിയ സന്തോഷം. കാരണം ഈ മിമിക്രി കലാകാരന്മാർ അങ്ങനെ എല്ലാവരും കാണുന്നില്ല, സ്റ്റേജിൽ കാണുന്നു. ഇവരുടെ അഭിമുഖമൊന്നും അങ്ങനെ ആരും എടുത്ത് വളരെ ചുരുക്കപ്പെടുന്നു. പക്ഷേ അങ്ങനെയുള്ള കലാകാരന്മാരെയും നമ്മൾ കണ്ടെത്തുവാണ്. അത്തരം ഒരു പ്രോഗ്രാമാണ് ഇവിടെ മിന്നും താരത്തിലൂടെ നടക്കുന്നത്. ഇതിൻ്റെ പിന്നാമ്പുറത്തിരുന്ന് എഴുതുന്നവരുടെ യൂണിയൻ്റെ ഒരു പരിപാടി, മിന്നും താരം, 100ഓളം ആർട്ടിസ്റ്റുകൾ പങ്കെടുക്കുന്ന പരിപാടി. അപ്പോൾ ഇപ്പം എന്നോടൊപ്പമുള്ള എനിക്ക് ചെറുപ്പകാലം തുടങ്ങി, ചെറുപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെയൊക്കെ ഒരു വളർച്ച ഉണ്ടാകുന്ന സമയത്ത് വീഡിയോ വേൾഡ് വണ്ണപ്പുറത്ത് കാസറ്റുകൾ നടത്തുമ്പോൾ അവിടെ വരെ വന്ന് സ്റ്റേജ് ഷോ ചെയ്ത് തന്ന എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് കണ്ണ സാഗർ കണ്ണൻ. അതിപ്പോൾ ഓർമ്മ വരുമല്ലേ നമുക്ക്, അല്ലേ? അത്രേ വർഷം 96. അതെ അതെ അതെ, 96 മച്ചാൻ വർഗീസൊക്കെ ഉണ്ട്. അത് തന്നെ ഒരു മഴയത്ത് അത് മറക്കാൻ പറ്റില്ല. എന്നെ അറിയും, അത് കാര്യം മഴ കൊണ്ട് പെയ്തു തീർന്നു, ജനങ്ങളെല്ലാം വന്ന് ഇരുന്നു. അപ്പം കുറച്ച് പേരൊക്കെ ഉള്ളതുകൊണ്ടൊക്കെ ഇട്ട് ഇരിക്കുകയോ കയറി നിൽക്കുക എല്ലാവരും. അപ്പം രാജമാഷ് ഇങ്ങോട്ട് വന്നു, മൈക്കെടുത്ത് ഹലോ ടെസ്റ്റ് ഹലോ എന്ന് പറഞ്ഞു അനൗൺസ്മെൻറ്റ് തുടങ്ങുകയും ഈ മേളത്തെ വെള്ളം നിറഞ്ഞിരിക്കുന്ന പടുത പൊട്ടിയിട്ട് മൊത്തം വന്ന് വീണു. അപ്പോൾ അത് പറഞ്ഞ് മൈക്കിൻ്റെ എല്ലാം വീണു, മൈക്ക് സെറ്റ് വർഗീസേട്ടൻ കിടന്ന് ബഹളം. അതെല്ലാം കഴിഞ്ഞ് ഓക്കെ ആയി, വീണ്ടും മൈക്ക് നിരത്തി വെച്ചു, പരിപാടി അങ്ങോട്ട് തുടങ്ങി. ഈ സ്റ്റേജ് നടുവശം കുഴിച്ചിട്ട് ചോറ് പോലായിപ്പോയി. അപ്പോൾ ഈ മൈക്കും ആർട്ടിസ്റ്റുകളും എല്ലാം കൂടെ ഇതിനകത്തോട്ടും കണ്ടമാണല്ലോ ഇരുന്ന് പോയി. അന്ന് ഓർക്കുന്നുണ്ട് അവിടെ നിന്ന് ഓടി വന്നതും എന്താ സംഭവിച്ചെന്ന് അല്ലേ, ചെളിയിലൂടെ അല്ല ഓട്ടം. അയ്യോ അല്ല, ഞാൻ പറഞ്ഞു വെച്ചാൽ കണ്ണനൊക്കെ ഇത്രയും വർഷങ്ങളുടെ ബന്ധമാണ് നമ്മളൊക്കെ. അതെ, തീർച്ചയായിട്ടും കണ്ണൻ്റെ ഒക്കെ ഒരേ വളർച്ച കാണുന്നത് നമുക്ക് അഭിമാനമാണ്. എത്ര സിനിമകൾ അല്ലേ, ചെറിയ ചെറിയ വേഷങ്ങളെ നല്ല സിനിമകൾ. പക്ഷെ എനിക്ക് കണ്ണൻ്റെ സിനിമകൾ എപ്പോഴും കണ്ണൻ്റെ സ്റ്റേജ് ഷോ ആണ് എനിക്കിഷ്ടം. കണ്ണനാക്കി മാറ്റിയത് സാഗർ കണ്ണനാക്കിയ സ്റ്റേജ് ഷോ ആണ് അല്ലേ? തീർച്ചയായും. എങ്ങനെയുണ്ട് കണ്ണൻ്റെ യാത്ര ഇപ്പം? യാത്ര ഇപ്പം കുഴപ്പമില്ല. എനിക്ക് ഇപ്പം സിനിമകളിൽ നല്ല കുറേ വേഷങ്ങൾ, നല്ല ഉന്നതരായിട്ടുള്ള ആർട്ടിസ്റ്റുകളുടെ കൂടെ എനിക്ക് ചെയ്യാൻ പറ്റി. ദുൽഖറിൻ്റെ കൂടെ 2 പടം ചെയ്തു, മഞ്ജു വാര്യർ ചേച്ചിയുടെ കൂടെ 2 പടം ചെയ്തു. അതൊക്കെ വലിയ അനുഗ്രഹമാണ്. കുറേ താരങ്ങളുടെ കൂടെ ചെയ്യാൻ പറ്റി. പക്ഷേ സിനിമകൾ വീണ്ടും വീണ്ടും പ്രതീക്ഷിക്കുന്നുണ്ട്. ആ പ്രതീക്ഷയ്ക്കനുസരിച്ചും കൊണ്ട് വരുന്നില്ല എന്നുള്ളൊരു സങ്കടമുണ്ട്. പക്ഷേ എപ്പോഴേലും വരട്ടെ. അതെ, നോക്കുക. അല്ല, നമ്മളിപ്പോഴും യാത്ര ചെയ്യുകയാണ്. ഇപ്പോൾ ഈ ചാനലിനകത്തുള്ള കൊച്ചു കൊച്ചു കോമഡി പരിപാടികളും നാദർഷക്കൊക്കെയുള്ളൊരു പരിപാടിയുണ്ട്, നമ്മുടെ കോമഡി മാസ്റ്റേഴ്സ്. അതിനകത്ത് സ്കിറ്റൊക്കെ ചെയ്ത് ഇപ്പം നിലവിൽ അതാണുള്ളത്. ഇങ്ങനെ പോകുന്നു. എനിക്ക് തോന്നുന്നു നിങ്ങളൊക്കെ സ്റ്റേജിൽ ചെയ്യുമ്പോൾ എഴുത്തുകാർ കുറേ പേരുണ്ട്. ആ യൂണിയൻ്റെ ആണ്, റൈറ്റൽ യൂണിയൻ്റെ പരിപാടിയിലാണ് നമ്മളിരിക്കുന്നത് അല്ലേ? പിന്നിൽ എഴുതുന്നവരാരും മുന്നിൽ വരാറില്ല. തീർച്ചയായിട്ടും വളരെ ചുരുക്കം ആളുകൾ സ്റ്റേജ് പെർഫോമൻസ് ചെയ്യുന്നുള്ളൂ, വളരെ ചുരുക്കം ആളുകൾ. പക്ഷെ ഇപ്പോഴത്തെ കാലഘട്ടം മാറി. ഇപ്പോൾ ഒരു സിനിമയ്ക്ക് സ്ക്രിപ്റ്റ് എഴുതുന്ന ആൾ എന്തെങ്കിലും ഒരു വേഷത്തിൽ അഭിനയിക്കുന്ന കാലഘട്ടത്തിലേക്ക്. പണ്ടൊന്നും അങ്ങനെയല്ലായിരുന്നു. അങ്ങനെ എഴുതി തന്ന ഒത്തിരി ആളുകളുണ്ടല്ലേ. സാഗറിനെ സാഗറാക്കി മാറ്റി എഴുതി തന്ന ഒരാളുടെ പേര് പറയാൻ പറഞ്ഞാൽ ആരെ പറയും? എന്നെ എഴുത്തിലൂടെയല്ല, ഞാൻ കോമഡി പരിപാടിയിൽ കൊച്ചിൻ ജോക്സിൻ്റെ കലാമറക്കുമാരെ കൂടിയായിരുന്നു ഒരു 3.5 വർഷത്തോളം. അപ്പോൾ അവിടുന്ന് അബിക, കൊച്ചിൻ സാഗർ അവിടേക്ക് ക്ഷണിച്ചു. ഞാൻ അവിടെ ചെന്നപ്പോൾ ഞാൻ പറഞ്ഞ നമ്മുടെ ജാഫർ, ഞങ്ങളൊക്കെ മാട്ട് കളിച്ചുകൊണ്ടിരുന്നത് അവിടെ നിന്നാണ് ഈ പ്രൊഫഷണൽ ട്രൂപ്പിലേക്ക് വരുന്നത്. ബഷീർക്ക, മൂവാറ്റുപുഴ ബഷീർ, രാജൻ ഇടുക്കി, രാജേഷ് കെ പുതുമന, ഞങ്ങളൊക്കെ ആയിരുന്നു. അപ്പം ശിവദാസ് മട്ടാഞ്ചേരി, ശിവദാസ് ചേട്ടൻ, ഞങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അവിടുന്ന് അബിക്കയുടെ കൂടെ വന്നു. അവിടുന്ന് അഭയ് ഷൺമുഖൻ എന്ന് പറഞ്ഞ ഷോ ചെയ്ത് അവിടെ 448 സ്റ്റേജുകളും കളിച്ചു. അത് ഡെയിലി പരിപാടി മടുത്തു. ഞാനും ജാഫറും അതിനകത്ത് മെയിൻ വേഷം ചെയ്യുന്നത്. അപ്പോൾ അന്ന് ചാനലുകളിനകത്ത് കുറവാണ്.
ദൂരദർശനാണ് കൂടുതലും, പിന്നെ ഏഷ്യാൻ്റെ കൈ വരുന്നതേ ഉള്ളൂ, ആയിട്ടില്ല. അപ്പോൾ സ്റ്റേജ് പരിപാടി കൊണ്ട് നമ്മളെ തിരിച്ചറിയുകയും നമ്മൾ ചെല്ലുന്ന പരിപാടിക്ക് നമ്മളെ അന്വേഷിച്ച് വരികയും ഇന്നൊരാളുണ്ടല്ലോ എവിടെയെന്ന് ചോദിച്ചു ഈ പറഞ്ഞ ജാഫറിനെയും എന്നെയും ഒക്കെ അന്വേഷിച്ച് വരുന്ന ഒരു സംഭവം, അത് ഒരു താരത്തിന് കിട്ടുന്നതിനെക്കാണ്ട് വലിയൊരു മൂല്യമായിരുന്നാണ്. കാരണം സ്റ്റേജ് പെർഫോമൻസ് കണ്ടിട്ട് നമ്മളെ ഒന്ന് വിളിക്കുക, ക്ഷണിക്കുക, അതുപോലെ ഫോട്ടോ ക്യാമറമാനെ വിളിച്ചോളൂ ഒന്ന് ഫോട്ടോ എടുപ്പിച്ചിട്ടുണ്ട്. അന്ന് മൊബൈലില്ല, മൊബൈൽ കുറവല്ലേ, അങ്ങനെ ഓട്ടോഗ്രാഫ് എഴുതുക ഒക്കെയായിരുന്നു പരിപാടികൾ. എനിക്ക് തീർച്ചയായിട്ടും അതൊരു നല്ലൊരു വഴിത്തിരിവായിരുന്നു കോമഡി രംഗത്തിലേക്ക്. പക്ഷേ അവസരങ്ങൾ വന്നിരുന്നു സിനിമയിലേക്ക്. പക്ഷേ ഈ സ്റ്റേജ് ഷോ ഒക്കെ ഉള്ളതുകൊണ്ട് അഭികം പറഞ്ഞ് അങ്ങനെ പോയാൽ ശരിയാകില്ല എന്ന് പറഞ്ഞ് മാറിപ്പോവാതെ ചെയ്തു. ആ ഒരു സ്റ്റേജ് ഷോ ആണ് അഭിഷമുഖി എന്നുള്ള ഒരു പ്രോഗ്രാമാണ് നിങ്ങളെ കണ്ണനാക്കി എടുത്തത് അല്ലേ? പിന്നെ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് അതിൽ ആ ഒരു സംഭവം. പിന്നെ അബിക്കയുടെ കൂടെയുള്ള വേറെ ഷോകളുണ്ടായിരുന്നു, കോമഡി ഡ്രാമ ചെയ്തിരുന്നു. ഡ്രാമയ്ക്കകത്തും ഇതിൽ വേഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ എന്ന് പറഞ്ഞ് അബിക്ക് വ്യത്യസ്തത കണ്ടുപിടിക്കുന്ന ഒരാളാണ്. ഈ അഭിഷൺമുഖൻ എന്ന് പറഞ്ഞാൽ ത്രൂ ഔട്ട് ഷുവർ മൈക്ക് ഇട്ടിട്ട് മിമിക്രി കളിക്കുക, വേറെ മൈക്കുകളൊന്നുമില്ല. നമ്മൾ പെർഫോമൻസ് ചെയ്യുന്ന മൊത്തം ഈ ഒരു ഷുവർ മൈക്കല്ല, നാടകം പോലെയാണ് നമ്മുടെ ഇത് പോകുന്നത്. അതിനകത്ത് അസാമാന്യ ടൈമിങ്, കുറേയേറെ മുഹൂർത്തങ്ങൾ ടൈമിങ്. ആ ടൈമിങ് ഒരു ശതമാനം അങ്ങോട്ടും അങ്ങോട്ടും മാറി ആ കോമഡി തന്നെ പോകും, നശിച്ചു പോകും. അപ്പോൾ ജാഫറൊക്കെ ഈ പൊട്ടിത്തെറിച്ചിട്ട്, അതായത് എന്തോ സാധനം താഴെ വീണു, ഒരു പടക്കം താഴെ വീണ് പൊട്ടി ഉമ്മെന്ന് പൊട്ടുന്നു, പിന്നെ കാണുന്ന മുഖത്ത് കരിയായിട്ട് എഴുന്നേറ്റ് വരുന്ന, അത് സെക്കൻഡുകൾ കൊണ്ടുള്ള മേക്കപ്പാ. കരി താഴെ വെച്ചിട്ടുണ്ട്, ഇത് പൊട്ടുന്ന നേരെ കുനിഞ്ഞ് അത് വാരിയെടുത്ത് അങ്ങ് ഒറ്റ തേപ്പ് തേച്ചിട്ട് നിൽക്കുക. അപ്പോൾ ആ ലൈറ്റും ഇതായി പുകയുടെ അത് മാറുമ്പോഴത്തേന് കറക്റ്റായിട്ട് കരിഞ്ഞ് നിൽക്കുക ആൾ. ഇങ്ങനെ ചില മുഹൂർത്തങ്ങൾ പലതും. അവർ ഞാൻ അതിനകത്ത് ഈ ഷഡ്ഡി വന്നോ, ശില്പ ഷഡ്ഡി വന്നോ, അല്ല സുനിൽ ഷെഡ്ഡി വന്നോ എന്ന് പറഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഡ്രൈവർ നമ്മുടെ പുള്ളിയാ, നമ്മുടെ ഊത്താട്ടുള്ള അജിത്ത് ഡ്രൈവറായിട്ടുള്ളത്. അപ്പം ഞാനിങ്ങനെ പറയും ഷഡ്ഡി വന്നോ, സുനിൽ ഷെഡ്ഡി വന്നോ പറയും. പ്രൊഡ്യൂസർ പറയും ഇല്ല വന്നിട്ടില്ല. എന്താ വരാത്ത, വരും എന്നാ പറയും എന്ന് പറയും. പറ്റത്തില്ലോ, ഷഡ്ഡി എവിടെ ചോദിക്കുമ്പോഴത്തേന് ഷഡ്ഡി എവിടെ ഇങ്ങനെ തിരിയുമ്പോഴത്തേന് ഈ ഡ്രൈവർ ഇത് മതിയോ എന്ന് ചോദിച്ച് ഇങ്ങനെ പൊക്കി പിടിച്ച് കാണിച്ചപ്പോൾ എൻ്റെ തലയിലോട്ടങ്ങ് വീണ് പോകും. ഭയങ്കര ടൈമിങ് അത്. ഞാൻ ആരുടെ ഷഡ്ഡി എടുത്തിട്ട് അല്ല ഷഡ്ഡി ചോദിച്ചാൽ കൊണ്ട് വന്നാൽ പറഞ്ഞാൽ ഞാൻ ഓടിയ സീനാണ്. ഒരു ദിവസം ഈ ട്രൂപ്പിന് കളിക്കുന്ന സാധാരണ ഒരു ഷഡ്ഡി ഉണ്ട്, അത് ഫ്രഷോർ മേടിച്ച് വെച്ചിരിക്കുക, അതാ തലയിലിടുന്നത്. അപ്പം അന്ന് എടുക്കാൻ മറന്നു പോയിട്ടെ ഇവനിട്ട ഷഡ്ഡി ഉരുട്ടേണ്ട തലയിട്ട് ഞാൻ അറിയുന്നില്ല. പതിവിലും വല്ലാത്തൊരു എന്തോ ഒരു വ്യത്യസ്തത ഈ ഷഡ്ഡിക്ക്. പുതുമണമൊന്നുമല്ല, വേറൊരു ഞാനിതെന്താ ഇത് കഴിഞ്ഞപ്പോഴാണ് അവരൊക്കെ നിന്ന് ചിരിക്കുക. ഷോ കഴിഞ്ഞു ചിരിക്കുക. അപ്പോൾ തന്നെ പറയുന്നത് കണഞ്ഞേട്ടാ ക്ഷമിക്കണം, ഇങ്ങനെ സംഭവിച്ച് എടുക്കാൻ പറ്റുമെന്ന് തെറി പറഞ്ഞ ഗ്രൗണ്ടിലിട്ട് ഓടിച്ചു. വല്ലാത്തൊരു അനുഭവം. അതെ, പക്ഷേ സംഗതി ഷോ ഒക്കെയാണ്, ജനം ഹാപ്പിയാണ്, നമ്മൾ അനുഭവിച്ചത്. അല്ല ഞാനിപ്പോൾ ആലോചിക്കാതെ നിങ്ങളെപ്പോലെയുള്ള കലാകാരന്മാർ എന്ത് ദുഃഖങ്ങളും മനസ്സിലൊതുക്കിയിട്ട്, എല്ലാ കലാകാരന്മാരും അങ്ങനെ തന്നെയാണ്, ഞാനൊന്നും പറയില്ല. പക്ഷേ മിമിക്രി എന്ന് വെച്ചാൽ കോമഡി സ്കിറ്റ് ചെയ്യുമ്പോൾ എന്തും മനസ്സിലൊതുക്കിയിട്ട് പ്രഷർ ചിരിപ്പിക്കുകയാണ് അല്ലേ? ഇപ്പം ഞാൻ പറയാം, പണ്ട് ചെയ്ത ചില കോമഡികൾ മനോജനസിനോടൊക്കെ ഞാൻ ഉണ്ടായിരുന്നു. അത് ചെയ്ത് വെച്ച ചില സംഭവങ്ങൾ അന്ന് കാസറ്റ് ഇറങ്ങിയ ചാനലൊന്നുമില്ല, പക്ഷെ അത് കണ്ടുവച്ച് ഇപ്പോഴും നമ്മൾ അത് വെച്ച് തിരിച്ചറിയുന്ന മനുഷ്യരുണ്ട്. നമുക്ക് ഒരു വലിയൊരു അഭിമാനം അതൊക്കെ. ഞാൻ കൂടുതൽ ആക്ഷൻ കോമഡിയാണ്, ഡയലോഗ്സ് കോമഡി കുറവാണ്. ഞാൻ ആക്ഷൻ സംഭവങ്ങളൊക്കെ വ്യത്യസ്തമായിട്ട് നിൽക്കുന്ന ഒരു ആർട്ടിസ്റ്റാണ്. പെൺവേഷങ്ങൾ അമ്മച്ചി വേഷമൊക്കെ ചെയ്യും. അമ്മച്ചി വേഷങ്ങൾ അങ്ങനെയാണല്ലോ കണ്ണൻ ഫേമസ് ആവുന്നത്. എൻ്റെ അറിവിലൊക്കെ ഒത്തിരി അമ്മച്ചി വേഷങ്ങൾ. അതെ, അമ്മച്ചിയെ പിടിച്ചാൽ ഞാൻ കയറുന്നത്. അത് ഏതമ്മച്ചിയാണ് പഠിച്ചത്? ഞങ്ങളുടെ അടുത്ത് ഒരു കോളനിയുണ്ട്, അവിടെ ഇതുപോലെ കുറേ അമ്മച്ചിമാരുണ്ട്, നല്ല വ്യത്യസ്തമായിട്ട്. അപ്പം അതിലൊരു അമ്മച്ചിയുടെ കഥയാണ് ഞാൻ ബീഗാലനിൽ പോകുന്നൊരു അമ്മയായിട്ട് ഞാൻ ഒരു സ്കിറ്റ് എഴുതിയാൽ മഴവിൽ മനോരമ ചെയ്തു. സൂപ്പർ കിട്ടിയ മില്യൻ അത് കണ്ടത്. നമ്മൾ വിതിർ തങ്കച്ചനും ഞാനൊക്കെ കൂടി ചെയ്ത സ്കിറ്റാണ് അത്. മകൻ അഴിച്ച് സെറ്റായിട്ട് വീട്ടിൽ വരുന്നു. എന്നിട്ട് അമ്മ നാമം ജപിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേന് അവൻ അമ്മയെ തടുക്കുന്നു. അമ്മ തലയിൽ എന്നെ
പാറ ചുമന്നും കല്ല് ചുമന്നും എന്നെ വളർത്തിയത്. ഇവിടെ എല്ലാം മുഴുവൻ ഉച്ച മുഴുവൻ തഴമ്പാന്ന് ഉച്ചയ്ക്ക് മൊത്തം വെക്കുന്നു. അല്ലെങ്കിൽ അവൻ പറയാം അമ്മ നാളെ അമ്മ സൂഹിക്കണം, അമ്മ ഇനിയും വിഷമിക്കരുത്, തൂക്കണം, നാളെ നമുക്ക് വീഗാലാൻഡിൽ പോകാമെന്ന് പറയും. അപ്പോൾ അമ്മ പറയും ഞാൻ ഇല്ല, ഞാൻ വരുന്നില്ല. ഇല്ല അമ്മേ നമുക്ക് പോകണം, അമ്മ ഞാൻ കൊണ്ടുപോകും എന്നും പറഞ്ഞു. നീ കിടന്ന് ഉറങ്ങ, നാളെ ആയാലും നോക്കട്ടെ എന്ന് പറഞ്ഞു. പിന്നെ പിറ്റേ ദിവസത്തെ രാവിലത്തെ പ്രഭാതമാണ്, സൗസല്യ സുപ്രഭാതം കിട്ടുക സംഭവം കാണിക്കുന്നത്. അപ്പം ഇവൻ ഇവിടെ വെള്ളം കോരി ഇവനോടെ കിടക്കുക. ഒരു നമ്മൾ വന്നല്ലോ എഴുന്നേപ്പിച്ച് കഴിയുമ്പം ഈ അമ്മ സെറ്റ് സാരി കൊടുത്തൊരു കവറും ഒക്കെ ആയിട്ട് വരിക. അപ്പോൾ അവനിങ്ങനെ നോക്കിയിട്ട് അമ്മയുടെ പോവാ, അല്ല നീ ഇന്നലെ പറഞ്ഞില്ലേ വീഗാലാൻഡിൽ പോകണം. എടാ വെള്ളം മേടിച്ച് വെളിവില്ലാതെ ഞാൻ ഏതാണ്ട് പറഞ്ഞെന്ന് പറഞ്ഞ് 100-100 വയസ്സുള്ള ആളാണ്, നിങ്ങൾ എന്നെ അവിടെ പോയി ചാകാൻ പോകണം, എന്നെ പോലീസ് പിടിപ്പിക്കാനുള്ള പരിപാടിയാണ്. അവിടെ കാണി ചെന്ന വെള്ളത്തിലും വീണ്, അല്ലെങ്കിൽ അത് കറങ്ങുന്ന തൊട്ടി വേണം, അവിടെ നിന്ന് താഴെ വേണ പ്രായമായാലേ വീട്ടിലൊന്ന് ഒതുങ്ങിയിരിക്കണം, വല്ല മൂലയ്ക്കിരിക്കണം. നീ ഇന്നലെ പറഞ്ഞു. ഞാനെന്ത് പറഞ്ഞെന്ന് പറഞ്ഞു, എൻ്റെ തൊണ്ടമാണ് എൻ്റെ മക്കളാണ് സത്യം, ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല, സത്യം ചെയ്യുക. അങ്ങനെ നിന്ന് അവർ കരച്ചുകൊണ്ടൊക്കെ അകത്തോട്ട് പോകും. നെക്സ്റ്റ് സീൻ കാണിക്കുന്നത് അമ്മ വീണ്ടും നാമം ജപിക്കുന്നു, ഇവൻ കയറി വരുന്നു. അന്നേരം പറയുന്നത് അമ്മ നാളെ ഒരുങ്ങണം വീഗാലാൻഡിൽ കൊണ്ടുപോകും. ചവിട്ടി കൂട്ടി അവിടെ ഇടുന്നിടത്ത് സിറ്റ് തീരുക. പക്ഷേ അത് സ്കിറ്റാണെങ്കിലും ഇത് നമ്മുടെ ഇവിടെ നടന്നൊരു സംഭവമാണ്. ആ ഗോപി എന്ന് പറഞ്ഞ ചേട്ടനുണ്ടായിരുന്നു, പുള്ളി മരിച്ചു, വാഹനം പിടിച്ച് മരിച്ചു. പുള്ളിയുടെ അമ്മ വെള്ളം ഒടിച്ചിട്ട് വന്നാൽ ഈ അമ്മയെ എടുത്തുകൊണ്ട് പുള്ളി നടക്കും. അവരെപ്പോഴും പറയുന്നത് ഞാൻ 10 മാസം ചുമന്നതല്ലടാ, നീ എന്നെ തെറി പറയും. തെറി പറയുന്നത് എന്തിനാണെന്ന് ചോദിക്കും. എന്നാൽ നിങ്ങളെ എടുക്കാമെന്ന് പറയും, എളി വെച്ചുകൊണ്ട് ആ കോളനി കൂടെ 3 പ്രാവശ്യം അങ്ങോട്ട് കൊണ്ട് നടക്കും. അങ്ങനൊരു ക്യാരക്ടർ ഉണ്ടായിരുന്നു. അതിൽ നിന്നാണ് ഞാൻ സ്കിറ്റ് ചെയ്ത് പ്ലാൻ ചെയ്ത് ഉണ്ടാക്കുന്നത്. അതിൽ നിന്ന് ഇങ്ങനെ കുറേ സ്കിറ്റുകൾ ഞാനിപ്പം എൻ്റെ നിനക്കെന്നാടാ നിനക്കെന്നാ താമരൽ സാറിനെ വിളിച്ചപ്പോൾ അല്ലെന്ന് പറഞ്ഞെണ്ണ ഞാനോ എന്നൊക്കെ പറഞ്ഞൊരു സ്കിറ്റ് ചെയ്തിട്ടുണ്ട്. ഉല്ലാസം ഞാനുണ്ട്, അത് ഞാനൊരു സ്കിറ്റാ. നടന്നൊരു സംഭവത്തെ നമ്മൾ ഉൾട്ടയടിച്ചിട്ട് സ്കിറ്റൊക്കെ ആക്കി എടുക്കും. ഈ ഒരു എഴുത്ത് എത്ര സമയം കൊണ്ട് പെട്ടെന്ന് ഒരു ഇപ്പോൾ നേരത്തെ പറഞ്ഞില്ല വീട്ടിലെ തൊട്ടടുത്ത ഇപ്പോൾ ഈ സ്കിറ്റ് പെട്ടെന്ന് കണ്ട് മനസ്സിലാക്കുന്നത് ത്രോട്ട് കിട്ടിക്കുന്നത് എത്ര സമയം കൊണ്ട് എഴുതി തീർക്കും? എഴുതാൻ സമയം വേണം. സമയം എന്ന് പറഞ്ഞാൽ അങ്ങനെ നമുക്ക് എഴുതിയെടുക്കാൻ പറ്റില്ല. കാര്യം ഒരു സാധനം എടുക്കുമ്പോൾ അതിൻ്റെ സാഹചര്യവും മറ്റേ ക്യാരക്ടറുകൾ വരുന്നതും ജോയിൻ ചെയ്യുന്നതും അവരെന്ത് പറയണമെന്നുള്ളതൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കേണ്ടത്. അപ്പോൾ അതിന് ടൈമിങ് എടുത്ത് ചില സമയം എടുത്ത് വേണം സ്കിറ്റുകൾ ഉണ്ടാക്കാൻ. പിന്നെ സഹപ്രവർത്തകരുണ്ടല്ലോ, അവരുടെ ഒപ്പീനിയനും അവരുടെ സംസാരവും ഇതെല്ലാം വരുമ്പോഴത്തേന് എല്ലാം കൂടെ കൂടുമ്പം നല്ലൊരു അമൃതാകും. അങ്ങനെയാണ് റിഹേഴ്സൽ ചെയ്യുമ്പോഴത്തേന് അങ്ങനെ ഇതും കാണും. പക്ഷേ വലിയ ഇപ്പോൾ ഉള്ള മിക്ക കലാകാരന്മാരുടെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ വേദിയിൽ കയറിക്കഴിഞ്ഞാൽ ഇവർ വേറൊരു മൈൻഡ് പോയി. ഞാൻ പലരും അങ്ങനെ കണ്ടിട്ടുള്ളത്. ഇപ്പോൾ ഉല്ലാസ് പന്തളമായാലും ഈ ബിനോടി മാലി ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങനെ കുറേ ആർട്ടിസ്റ്റുകളുണ്ട്. റിഹേഴ്സൽ ചെയ്യുമ്പോഴൊക്കെ ഇങ്ങനെ നിൽക്കും. പക്ഷെ വേദി കയറി പെർഫോമൻസ് തുടങ്ങിക്കഴിഞ്ഞാൽ വേറെ ലെവലിലേക്ക് ഇവർ പോകും, പ്രതീക്ഷിക്കാത്ത ലെവലിലേക്ക് പോകും. അത് വലിയൊരു അനുഗ്രഹമാണ്. എല്ലാവർക്കും അങ്ങനെ കഴിയില്ല. എല്ലാവർക്കും ഇല്ല. എല്ലാവർക്കും കുറേ ആൾക്കാർക്ക് തീർച്ചയായിട്ടും. കണ്ണൻ്റെയൊക്കെ ഒരു വരവിൻ്റെ സമയത്ത് കുറച്ച് കലാകാരന്മാരേ ഉള്ളൂ അല്ലേ? അതേ ഉള്ളൂ, വളരെ ചുരുക്കം. കോട്ടയം ജില്ലയിൽ നിന്ന് എനിക്ക് തോന്നുന്നത് പ്രൊഫഷണലായിട്ട് ആദ്യം എറണാകുളത്ത് വരുന്നത് ഞാനാന്ന് തോന്നുന്നു. ഞാൻ കഴിഞ്ഞിട്ടോ. ഏത് വർഷം വരുന്ന കണ്ണൻ? 91 90 ജോക്സിൻ്റെ തുടങ്ങുന്നു കലമാർ റഹ്മാനിക്ക. അന്ന് ഷിയാസിക്ക പിണങ്ങി അങ്ങോട്ട് പോയി, ബഷീറിക്കും പിണങ്ങി അങ്ങോട്ട് വഴിയിലിറങ്ങി. അപ്പം അങ്ങനെ എന്നെ യാത്രയില്ല എന്താ വഴക്കുണ്ടാക്കി വെള്ളം അടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റ് അറിയില്ല. അപ്പോൾ എന്നെ ജാഫറിനെ ഇടുക്കി രാജമാഷ് വന്ന് വിളിക്കുന്നു. അവിടേക്ക് ഞങ്ങളന്ന് ഈ വെള്ളൂർ ഞങ്ങൾ മാട്ട കളിക്കുക. അപ്പോൾ വെള്ളൂർ ഒരു സ്റ്റേജിൽ അവിടെയുള്ള കുറച്ച് പിള്ളേരുമായിട്ട് ഞാനും ജാഫറും ജോയിൻ ചെയ്ത് അന്നൊരു അമ്പലത്തിൽ പരിപാടിയുണ്ട്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി വന്ന് പിന്നെ പകൽ വന്ന് റിഹേഴ്സൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് രാത്രി രാജമാഷ് അവിടെ വരുന്നത്. എന്നിട്ട് പറഞ്ഞാടാ നിങ്ങളെ റഹ്മാൻ തിരക്കുന്നുണ്ട്, അവിടെ വരെ വരണം എന്ന് പറഞ്ഞ് ഞങ്ങളെ കൂട്ടിക്കൊണ്ട് പോവാം. അപ്പം പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ 10 മണിയാകുമ്പോൾ ചെന്നപ്പോൾ റഹ്മാനിക്ക് വന്നു. അപ്പം ഞങ്ങൾ ചെയ്യുന്നത് സ്കിറ്റുകളൊക്കെയാണ് ഈ പറഞ്ഞ ജോക്സിൻ്റെ ചെയ്തു. അപ്പം ഞങ്ങൾ റിഹേഴ്സലെല്ലാം ചെയ്തു. അപ്പോൾ അന്ന് പ്രാരാബ്ധമാണ് ശരിക്കും. കാര്യം നല്ല ഷർട്ടുകളോ ഉടുപ്പുകളോ ഒന്നുമില്ല. അപ്പോൾ ഇത്രയും വലിയ കലാകാരന്മാർ കൂടെ നമ്മൾ വേദിക്കും അല്ലെങ്കിൽ യാത്ര ചെയ്യുമ്പോൾ നല്ല ഡ്രസ്സ് വേണമല്ലോ. ഞാനൊരു ടീഷർട്ടും ചെരുപ്പ് പൊട്ടിയതായിരുന്നു, ഞാൻ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് വെച്ചിരിക്കുക. അതൊക്കെ മാറ്റിയിട്ട് ഞാൻ ബ്രോഡ്വേ വന്ന് ഒരു ചെരുപ്പും മേടിച്ചു, ഒരു ടീഷർട്ടും മേടിച്ചു. അത് മേടിച്ച് തിരിച്ച് വന്നപ്പോൾ എനിക്കൊരു ജുബ്ബ തന്നു. ആ ജുബ്ബയൊക്കെ തേച്ച് മടക്കി അന്ന് സോപ്പൊട്ടി പോലത്തെ മറ്റേ ടെമ്പിൾ ട്രാവറാണ്, ഒരു പച്ച ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും പുറകിൽ 4 മണിയൊക്കെ അപ്പം അന്നിട്ട് ഫൈനാൻസ് പരിപാടി എന്താ
ഏറ്റവും പുറകിൽ 3 മണിയായി, 3-3:30-4 മണിയായി. അപ്പോൾ അത് പുറകിൽ വന്നിരിക്കുക. കാരണം ആരൊക്കെ എവിടേക്ക് ഇരിക്കുമെന്ന് അറിയത്തില്ല. ഇരിക്കുമ്പോൾ തന്നെ രായമാഷ് കൊണ്ട് പറഞ്ഞു, കണ്ണങ്ങി വന്നാടാ, ഇതിനെ റഹ്മാൻ വിളിക്കുന്നു പറയും. ഞാൻ കൊണ്ട് ചെന്നു, എന്താക്കാന്ന് ചോദിച്ചു. അത് നമ്മൾ 2 പേരെ പിണങ്ങിപ്പോയത്. ഒരാൾ തിരിച്ചു വന്നു, ബഷീർ തിരിച്ചു വന്നു. അദ്ദേഹം വഴിയിലുണ്ട്, പോകുന്ന വഴിക്ക് കയറും. അപ്പോൾ രാജൻ്റെ ശിഷ്യനാണ് ഈ പറഞ്ഞ ജാഫറിനെ മിമിക്രി പഠിപ്പിച്ചതിൻ്റെ ഇടുക്കി രാജൻ. ആ, അപ്പം ജാഫറിനെ ഇവിടെ നിർത്താനാണ് നമ്മളെല്ലാം കൂടെ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ അടുത്തൊരു വേദിയിൽ അല്ലെങ്കിൽ അടുത്തൊരു പ്രാവശ്യം അവസരം വന്നാൽ കണ്ണൻ അവസരം ഉണ്ടാകും. കുഴപ്പമുണ്ടോ? പറഞ്ഞു ഇല്ലുക, കുഴപ്പമില്ല. ഇക്കടെ കൂടെ ഇത്രയൊക്കെ നിന്ന് കുറച്ച് സ്പെൻഡ് ചെയ്തല്ലോ. അന്നൊക്കെ റഹ്മാനിക്കൊക്കെ ചെല്ലുമ്പം ആയിരങ്ങളാണ് വരുന്നത്. അതുപോലെ കാരണം ഇക്ക കുറേ പടമൊക്കെ ചെയ്തു, നല്ല ജാലകവും അങ്ങനെ അശോകന നല്ല ഇതിൽ നിൽക്കാം. കലാഭവനമല്ലായിരുന്നു. അപ്പോൾ ഞാനൊക്കെ സന്തോഷം. ഞാൻ പറഞ്ഞു ശരിക്കാന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും വണ്ടി വന്ന കവർ എടുത്തിട്ട് കവറിൽ നിന്ന് ജുബ്ബ എടുത്ത് ഞാൻ മേശപ്പുറത്ത് വെച്ച് കൊടുക്കുന്നു. അവിടെ നിൽക്കുമ്പോഴത്തന്നെ ജാഫർ വന്നു. നീ വരുന്നില്ലേ? ഞാൻ പറയടാ, അത് ഇക്ക പറഞ്ഞു ഒരാൾ വന്നു പറഞ്ഞു. അങ്ങനെ ഒരാൾ നീ കൂടെ വാ. ഞാൻ പറയടാ, നീ നിൽക്ക്. എന്നോട് പറഞ്ഞു നീ ജാഫറിനോട് നിർത്തുവാണ്, കണ്ണൻ അടുത്ത പ്രാവശ്യം അവസരം തരാമെന്ന് പറഞ്ഞു. അത് തന്നെ പരിപാടിയാണ്, നീ ഇല്ലാതെ എങ്ങനെയാടാ പരിപാടി കളിക്കുന്നത്? നീ വാ. നമ്മുടെ അങ്ങനെയല്ല, ഒരാളും മതിയെന്ന് പറഞ്ഞില്ലേ? നീ ഒരു കാര്യം ചെയ്യും, നീ ഇവിടെ നിൽക്ക്. നീ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് അവസരം വന്നു കഴിഞ്ഞാൽ എനിക്ക് വേണ്ടി പറയാൻ ഒരാളിവിടെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ വരാം. അല്ലെങ്കിൽ നീയും കൂടി വിടില്ലെങ്കിൽ എനിക്ക് വേണ്ടി പറയാൻ, നമുക്ക് വേണ്ടിയും പറയാൻ ആരും കാണത്തില്ലല്ലോ എന്ന് പറയും. അപ്പോൾ അവൻ പറയൂ, ഇത് വലിയ സങ്കടം ഉണ്ടല്ലോ. അവൻ സങ്കടപ്പെടണ്ട, നീ പോവും, പ്രോഗ്രാം അടിച്ചു പൊളിക്ക്. അന്നേരം അവൻ എന്നോട് ചോദ്യം ചോദിച്ചു കേട്ടോ, ജാഫർ നിനക്ക് തിരിച്ചു പോകും വണ്ടിക്കൂലി ഉണ്ടോ ചോദിച്ചു. അവിടെ പിടിവിട്ട് പോയി. ഞാൻ പറഞ്ഞു അന്നേരം ഈ പറഞ്ഞ തലവസം കിട്ടിയ പൈസ അന്ന് 10-100 രൂപയൊക്കെ കണ്ടേ ഉള്ളൂ. അതിന് ഈ സാധനമൊക്കെ ഞാൻ മേടിച്ചല്ലോ. അപ്പം ഞാൻ പറഞ്ഞു ഇല്ലടാ വണ്ടിക്കൂലി ഇല്ലയെന്ന് പറഞ്ഞു. അവന് 20 രൂപ, അന്ന് 11 രൂപ കണ്ടേ ഉള്ളൂ എറണാകുളത്തിൻ്റെ പോകാൻ, 11 രൂപ. പിന്നെ ചങ്ങനാശ്ശേരിക്ക് 3 രൂപ. ആ 20 രൂപ മേടിച്ചു. വണ്ടി വന്നു, വണ്ടിയിലെല്ലാവരും കയറുന്നു. റഹ്മാനിക്ക് പറഞ്ഞു കണ്ണാ പോയിട്ട് വരട്ടെ. ശരി കാര്യം പറഞ്ഞു. ഇപ്പോൾ അതിന് ജാഫറും കയറി, അവരും കൈ കാണിച്ചു, വണ്ടി വിട്ടു പോവാം. ഞാൻ അവിടുന്ന് ഇതിൻ്റെ 3ാമത്തെ നിലയിൽ ടെറസിൽ ടാങ്കുള്ള സ്ഥലമാണ്. അവിടെ നിന്ന് പൊട്ടിക്കരയുക. ഭയങ്കരമായിട്ട് കരഞ്ഞു ഞാൻ, ഒച്ചത്തിൽ കരഞ്ഞു. കാര്യം നമ്മുടെ സൗഭാഗ്യവും പ്രതീക്ഷയും നമ്മുടെ ആ ആഗ്രഹങ്ങളും അംബീഷനും എല്ലാം തകർന്നു പോകുന്ന ഒരവസ്ഥ. ഒരു പ്രൊഫഷണൽ ഗ്രൂപ്പിൽ വന്നിട്ട് റിഹേഴ്സൽ വരെ ചെയ്ത് നിന്നിട്ട് അവസാനം പറഞ്ഞു വിടുക. പറഞ്ഞാൽ ഞാൻ ഒരുപാട് കരച്ചു. അവസാനം ഞാൻ ആ ടാങ്കിൽ നിന്ന് വെള്ളമൊക്കെ കോരി മുഖമൊക്കെ കഴുകിയിട്ട് തൊട്ടടുത്ത ബസ് സ്റ്റാൻഡ്, മലേഷ്യ ടൂറിസം ബസ് സ്റ്റാൻഡിൽ വന്ന് ഞാൻ രാത്രിയോട് കൂടി വീട്ടിൽ പോയി. ഞാൻ ഒരു 2 ആഴ്ചത്തേക്ക് ഉറങ്ങില്ല, ഉറങ്ങാൻ പറ്റുന്നില്ല. കാര്യം നമ്മൾ വെറും വേസ്റ്റാണല്ലോ എന്നൊരു തോന്നലായിപ്പോയി. അപ്പോൾ ഇടയ്ക്ക് 1-2 പരിപാടി മാട്ട പിടിച്ചു. ജാഫർ വന്നോളാന്ന് പറഞ്ഞ് വരുമൊക്കെ ചെയ്തു. അപ്പം പരിപാടി കുഴപ്പമില്ല പോകുന്നു ജോക്സിൻ്റെ എന്ന് പറഞ്ഞപ്പം അങ്ങനെ 2-3 ആഴ്ച കഴിഞ്ഞപ്പം റഹ്മാനിക്കൂടെ ഒരു കാർഡ് വന്നു. അപ്പം അന്ന് എന്നോട് ഒരു വാക്ക് പറഞ്ഞാൽ ഒരു കാസറ്റ്, പെട്ടി കാസറ്റാണ്, ഒരു കാസറ്റ് ജോക്സിൻ്റെ ചെയ്യുന്നുണ്ട്, അതിനകത്ത് എന്തെങ്കിലും ഒരു ചെറിയ വേഷം കണ്ട് ചെയ്യാം എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി വിളിക്കുകയായിരുന്നു. അത് നവോദയ സ്റ്റുഡിയോ എന്ന് തോന്നുന്നു ഇവിടെ എറണാകുളത്ത്. ഞാനങ്ങനെ ഓഫീസിൽ വന്നു. അതിൻ്റെ പിറ്റേ ദിവസം പ്രോഗ്രാമുണ്ട്. പിന്നെ റഹ്മാനിക്ക് പറഞ്ഞു കണ്ണാ ജുബ്ബ എടുത്തു, നാളെ വല്ല നെയ്യുണ്ടെന്ന് പറഞ്ഞു. എനിക്ക് സന്തോഷമായി. അങ്ങനെ വണ്ടി വന്നു, റിഹേഴ്സലെല്ലാം കഴിഞ്ഞു. വണ്ടി വന്നു, വണ്ടി കയറി ശ്രീമൂലനഗരം എന്ന സ്ഥലമാണ് കാലടി, അവിടുത്തെ ഫൈൻ ആർട്സ് പരിപാടി. അവിടെ ചെല്ലുന്നു. ഗംഭീരമായ ടിക്കറ്റ് പരിപാടിയാണ്. ജനം ഇടിച്ചു കുത്തിയിരിക്കുന്നു. സൗണ്ട് സിസ്റ്റം എല്ലാം ഉണ്ട്, അടിപൊളി സ്റ്റേജും ഒക്കെ. അപ്പോൾ ജാഫറിനോട് ചോദിച്ചു എനിക്ക് ഈ വേദി അറിയാമെന്ന് ചോദിച്ചു. ഇല്ലടാ അറിയില്ലെന്ന് പറഞ്ഞു. നിന്നെ അന്ന് കൊണ്ടുപോകാതെ ഞങ്ങൾ വന്ന വേദിയില്ലേ, ആ വേദിയാണ്. ആ പരിപാടി മാറ്റി വെച്ചതാണ്. കാരണം നീ ഇല്ലാഞ്ഞ അന്ന് വന്ന് മഴ പെയ്തിട്ട് തകർന്ന് സൗണ്ട് നശിച്ച് സ്റ്റേജിൻ്റെ ഒരു വശം ഇടിഞ്ഞു വീഴുക എന്നൊക്കെ ചെയ്തു. പ്രശ്നമായിട്ട് പരിപാടി മാറ്റിവെച്ച് അതിന്ന് നീ ആദ്യം വന്ന പരിപാടി നീ ആദ്യം ചെയ്യുന്നു. സത്യം പറഞ്ഞാൽ അന്നേരം ഞാൻ എന്തനുഗ്രഹീതനാണെന്ന് ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ ചിന്തിച്ചു പോയി. അനുഭവങ്ങൾ ഇതൊന്നുമല്ല, ഇതുപോലുള്ള കുറേ അനുഭവങ്ങൾ
പക്ഷേ ഒരു സത്യം പറയാൻ കേട്ടോ, ഇപ്പോഴത്തെ ആർട്ടിസ്റ്റുകൾക്കൊന്നും അങ്ങനെ അനുഭവങ്ങളൊന്നും ഉള്ളവരില്ല, ഒരുപാട് ഒന്നുമില്ല. നമ്മളെ കാണുമ്പോൾ കോമാളികൾ കാണുന്നെങ്കിലും അനുഭവം കൊണ്ട് നമ്മളൊക്കെ അനുഭവിച്ചതിൻ്റെ ഒരംശം പോലും ഇപ്പോൾ ഉള്ളവരാരും അനുഭവിക്കുന്നില്ല. തക്കതെ ഇപ്പം നമ്മളെ സംബന്ധിച്ച് ഇപ്പം എന്തെങ്കിലും കണ്ണൻ ചേട്ടാ ഒരു പരിപാടിയുണ്ട് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ വർത്താനം പൈസ കുറവ് കേട്ടോ, ചേട്ടൻ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കളിച്ചു തരണം. അങ്ങനെ ജീവിതത്തിൽ അന്നും ഇന്നും അഡ്ജസ്റ്റ്മെൻറ്റിൽ ജീവിച്ച് പോവുക, എല്ലാവർക്കും അഡ്ജസ്റ്റ്മെൻറ്റാണ്. പിന്നെ ചിലർക്ക് കാണാൻ പുള്ളി കുഴപ്പമില്ല, പക്ഷേ ഓവറാണ്, പുള്ളി കോമഡിയായി ഭയങ്കര ഓവറാണ് എന്ന് പറഞ്ഞ് പലരും തള്ളി മാറ്റിയിട്ടുണ്ട്. ഒരു വിദേശ പരിപാടിക്ക് ട്രൂപ്പിൻ്റെ കൂടെ അല്ലാതെ വേറെ ആരും അങ്ങനെ കൊണ്ടുപോകാനോ ഒന്നും കൊണ്ടുപോയിട്ടൊന്നുമില്ല നമ്മൾ. പിന്നെ ഇടയ്ക്ക് 1-2 പ്രാവശ്യം ഇങ്ങനെ പോയെന്നുള്ളതല്ലാതെ അങ്ങനെയുള്ള ചില വ്യത്യാസങ്ങളൊക്കെ നമ്മൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ആരോടും പരാതിയോ ഒട്ടും സ്നേഹമോ സവർണറെ ഞാനിപ്പോൾ കണ്ടാണ് കെട്ടിപ്പിടിച്ച് റൂം പോകും. കാരണം എനിക്ക് ഇഷ്ടമുള്ളവരോട് ഞാൻ ചെയ്യുന്നത് അങ്ങനെയാണ്. എല്ലാവരെയും ഇല്ല, എനിക്ക് ഇഷ്ടമുള്ള ആളെ കാണുമ്പോൾ ഞാൻ കെട്ടിപ്പിടിക്കും, റൂം കൊടുക്കും. അത് എൻ്റെ ഒരു സ്വഭാവമാണ്. അപ്പം അങ്ങനെയൊക്കെ ഇങ്ങനെ നിന്നങ്ങോട്ട് പോകും. ജാഫർ ഞങ്ങൾ പഴയ മിമിക്രി കഥ പറഞ്ഞു പോയി കഴിഞ്ഞാൽ കണ്ണൻ്റെ പേര് പറയാതെ ജാഫർ ഇന്ന് വരെ പോയിട്ടില്ല എൻ്റെ അടുത്ത്. അയ്യോ എന്നാ ഇന്ന് വരെ. അതെ ഞാൻ മണിയാറൻകുടി എന്ന് പറയും, ജാഫറിൻ്റെ സ്ഥലം മണിയാറൻകുടി. ഞാനവിടെ പോയി ആ ഉമ്മ വെച്ച് തന്ന ആഹാരം കഴിക്കുകയും ആ പെങ്ങന്മാരൊക്കെ ഉണ്ട് അവരുമായിട്ട് സംസാരിക്കുകയും പരിപാടി കഴിഞ്ഞ് അവിടെ ചെന്ന് കിടന്ന് ഉറങ്ങുക. ആ ജാഫറിനെ എങ്ങനെയാണ്, ജാഫറിൻ്റെ ചേട്ടനുണ്ട്, ജാഫറിനെ എങ്ങനെയാണ് ആ ഉമ്മ കാണുന്നത് അതുപോലെ എന്നെ സ്നേഹിക്കുന്ന ഒരമ്മയായിരുന്നു. അത് ഒരു പ്രത്യേക സ്നേഹമാണ്, അത് കളങ്കമില്ലാത്ത സ്നേഹങ്ങളായിരുന്നു. അപ്പം ഞാൻ അവിടുത്തെ ഒരാളാണ്, ആ കുടുംബത്തിലെ ഒരു മകനെ പോലൊരാളാണ് ഞാൻ. അന്നും കുറേ പരിപാടിക്ക് അവിടെ എല്ലാം ഞാൻ എപ്പോഴും പോകാറുണ്ട്. അടിയുമ്പാട് അവൾ ബസ്സൊക്കെ കയറി ഇരുന്ന് ഞാൻ പിന്നെ 3-4 മണിക്കൂർ കൂടെ എനിക്ക് ചങ്ങനാശ്ശേരി വരെ. അല്ലാതെ ഞാനതൊക്കെ ആലോചിക്കാറുണ്ട്. പക്ഷേ എൻ്റെ സഹോദരൻ ജാഫർ ഒരിക്കലും നമ്മൾ തള്ളിപ്പറയോ അല്ലെങ്കിൽ അവൻ അങ്ങ് ചെയ്യില്ല. അവൻ പിന്നെ ഓരോ ഉയർച്ച കാണുമ്പോഴും നമുക്ക് ആനന്ദവും സന്തോഷവും, ജഗദീശനും ദൈവമേ ആയുസ് കൊടുത്ത് ഇപ്പോൾ ഓരോ വേഷം ചെയ്തുകൊണ്ടോ നമ്മൾ അത്ഭുതപ്പെട്ടു പോവുക. ജാഫറിൻ്റെ പെർഫോമൻസൊക്കെ ഞങ്ങളൊരു പടത്തിൽ ഹീറോ എന്ന് അഭിനയിച്ചായിരുന്നു, മാങ്കോ മുറി എന്ന ഒരു പടത്തിൽ. ജാഫർ നായകനായിരുന്നു, ഞാനൊരു ചെറിയ വേഷം ജാഫറിനോട് ചെയ്തു. ഭയങ്കര സന്തോഷമായിരുന്നു ഞങ്ങൾ കണ്ടപ്പോൾ. അപ്പോൾ ഇങ്ങനെ പിന്നെ ഞാൻ കാണുമ്പോൾ അവസരങ്ങളെക്കുറിച്ചോ മറ്റൊന്നും ഞാൻ പറയാറില്ല. ഇങ്ങനെ ഒരു ഫോട്ടോ എടുക്കും, ഞാൻ ഒരു ഫോട്ടോ എടുക്കാൻ പറഞ്ഞാൽ കെട്ടിപ്പിടിച്ച് അതിനെ പിടിച്ച് നിർത്തിയിട്ട് എൻ്റെ കൂടെ ഞാൻ കൊല്ലുകൂടാൻ പ്രാവശ്യം ഫോട്ടോ ഒക്കെ എടുക്കും. സ്നേഹമുള്ളവനാണ്. അയ്യോ അതുപോലെ സ്നേഹമുള്ള ഒരു സഹോദരൻ എന്നല്ല, അതിലുപരി വലിയൊരു ബന്ധമാണ്. ഞാനങ്ങനെ ഫോൺ ചെയ്ത് ബുദ്ധിമുട്ടിപ്പിക്കാറൊന്നുമില്ല. അങ്ങനെ ഓരോ കഥകൾ പറയുകയാണെങ്കിൽ ഒത്തിരി ഉണ്ടല്ലോ, തീരത്തില്ല, മണിക്കൂറുകളുണ്ട്. ആ കാലഘട്ടമൊക്കെ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ അന്നൊക്കെ കോമഡികൾ ചെയ്തിട്ട് TV ഒന്നുമില്ലല്ലോ, സ്റ്റേജിൽ പെർഫോമൻസ് കണ്ടിട്ട് ഞങ്ങളെ കാണാൻ ആൾക്കാർ ഷെയ്ന് പുറകെ വന്നിട്ടുണ്ട്. ഒരു കൊല്ലത്തൊരു പരിപാടിക്ക് ചെന്നിട്ട് ഞാനും ജാഫറിന് അപേക്ഷണ മുഖൻ ഷോ കഴിച്ചു. ഷോ കഴിഞ്ഞ് നിൽക്കുമ്പോഴത്തേന് പുറത്തൊരു 6-6 അടി ഹൈറ്റുള്ളൊരു ആൾ വന്നു, തെറിയ പറയുന്നു. ആ പൊക്കം കുറഞ്ഞാണ് മരെന്തിയാടാ പുള്ളി തെറി പറയും. അപ്പം നമ്മൾ ലൈറ്റ് ചെയ്യുന്ന ആൾ പറഞ്ഞു, എന്താ ഏട്ടാ എന്നാൽ അവനേം തെറി പറഞ്ഞു, നീ മാറ അമ്മാരെ വിളിയാ അങ്ങോട്ട്. പുള്ളി കൊടുത്ത് ഗുണ്ടയാ. അപ്പം അവർ കരി കളഞ്ഞുകൊണ്ടിരിക്കുക മുഖത്ത്. അപ്പം ഞാൻ എൻ്റെ വേഷത്തിൻ്റെ പുറകിൽ തലവണാക്കി വെച്ചാൽ ഞാൻ ബാക്കി വെച്ച് തള്ളി കിടക്കും. അത് ഞാൻ ക്രിയേറ്റ് ചെയ്തത്. അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളോട് പറഞ്ഞാണ്ട് ഒരുത്തനോട് ബഹളം വന്നു, നിങ്ങളെ കാണണമെന്ന് പറഞ്ഞു. ഞങ്ങളെ എന്തിനാ കാണുന്നത്, എന്താണെന്ന് പറഞ്ഞാൽ പുള്ളി തെറി പറയാമെന്ന് പറഞ്ഞു. ജാഫറിന് പെട്ടെന്ന് ദേഷ്യം വരും ഇങ്ങനെ തെറി കാര്യം. ഒരു ചോദിക്കും, എന്താ ഏട്ടാന്ന് പറഞ്ഞ് ചോദിക്കും. അപ്പം ഞാൻ പറയടാ നിൽക്കുക, കാര്യം അറിയാതെ പോകണം, അവിടെ നിൽക്കാൻ പറയും, നീ മാറാവേ പറഞ്ഞ് ഇവനവിടെ നിന്നു. എന്താ ഏട്ടാന്ന് ചോദിച്ചു. ഇവള് 2-3 തെറി പറഞ്ഞിട്ട് പറഞ്ഞു, ഇങ്ങനെ മനുഷ്യനെ ചിരിപ്പിക്കലടാന്ന് പറഞ്ഞു. വീണ്ടും 2 തെറി കൂടെ ചിരിച്ചിരിച്ച് വയറ് പെടുത്തുന്നു. നിൻ്റെ അണ്ടാമാരുടെ കളികൾ വാങ്ങടോ എന്ന് പറഞ്ഞു. ഇവിടുന്ന് ഒരു ഫുള്ളെടുത്തിട്ട് ഞങ്ങളുടെ കൈ തന്നിട്ട് ഇവിടെ നിന്ന് അടിച്ചിട്ട് പോയാൽ മതി, ഒരു പോലീസും വരത്തില്ല, ഒരു കമൻറ്റുകാരും വരില്ല, ആരും വരത്തില്ല. ഈയുടെ കൂടെ വേറെ 5-6 പേര് ഇവിടെ മറുപടുത്ത കൊട്ടേഷൻ ടീമുകളാണ് കൊണ്ടാളാണ്. ഞങ്ങൾ കൊണ്ടത് 3 വെച്ച് അടിച്ച് മതിയെന്ന് പറഞ്ഞിട്ട് സമ്മതിക്കത്തില്ല. പിന്നെ അബീക ഉണ്ടായിരുന്നു. അബീക പിന്നെ വന്ന് കാറെല്ലാം പോയി, പുള്ളി ഉണ്ടെങ്കിൽ എല്ലാത്തിനും പറഞ്ഞത്. അബീക നേരത്തെ പോയി. അവിടെ പിന്നെ അതൊക്കെ അടിച്ചു.
അതൊക്കെ കഴിഞ്ഞാണ് നമ്മൾ പോയത്. അനുഭവങ്ങൾ ഒത്തിരിയാണ് കണ്ണ, പറഞ്ഞാൽ തീരാത്ത. ഇല്ല പക്ഷെ ഒരുപാടുണ്ട്. അതല്ല, എനിക്ക് കണ്ണനെ അത്ര അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ അത്രയും കാര്യങ്ങൾ കേട്ടിരുന്നത്. എന്നല്ലേ ജാഫറിനെ അടുത്തറിയാവുന്നല്ലേ. അതെ നിങ്ങൾ ഇവരൊക്കെ അന്നത്തെ കാലഘട്ടത്തിലുള്ള ഒരു കമ്പനിയിൽ ഞാൻ ഒത്തിരി നിങ്ങളുടെ പ്രോഗ്രാമിന് വന്നിട്ടുണ്ട്. നമ്മുടെ കൂടെ വന്നിട്ടുണ്ട്, എത്രയോ വണ്ടികളിൽ യാത്ര ചെയ്തിട്ടുണ്ട്. തീർച്ചയായും എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു നിങ്ങളുടെ കോംബോ കാണാൻ. അന്ന് അബികയുടെ ദിലീപ് ഏട്ടനെ നാദർഷക്ക അവരുടെ ടീം വേറെ ആ ടീം നമ്മളോട് കിടപിടിച്ചിട്ടുണ്ട്. ഈ മറൈൻ ഡ്രൈവില് ഫുഡ് മേളയ്ക്ക് ഞങ്ങളുടെ പരിപാടി, അപ്പുറത്തെ പുഷ്പമേളയ്ക്ക് വേറെ പരിപാടി, ഇങ്ങനെ കളിച്ചിട്ടുണ്ട്. അല്ല, നിങ്ങളുടെ ഷോ ആയിരുന്നു ഏറ്റവും കൂടുതൽ ഉണ്ടായിക്കൊണ്ടിരുന്നത്. കുറേ ഉണ്ടായിരുന്നു. യാത്രയായിരുന്നു, ഒരു വ്യത്യസ്തമായിരുന്നു നമ്മുടെ പരിപാടി. ഭയങ്കര രസകരമായിട്ട് ചിരിക്കാനുണ്ട്. ഞാൻ ഹൈ റേഞ്ചിലൊക്കെ നിങ്ങളുടെ പ്രോഗ്രാം ഒരുപാടുണ്ടായിരുന്നു, ഒരുപാട് ഒത്തിരി പ്രോഗ്രാം. പക്ഷെ അത്രയൊന്നും ഇപ്പോൾ ഇല്ല. ഇപ്പോൾ അങ്ങനെയുള്ള പരിപാടികളൊന്നും ഇല്ല. അന്നൊക്കെ കുറേ ഷോകൾ ഞാൻ പറഞ്ഞില്ല, അപേക്ഷകർക്ക് 448 സ്റ്റേജ് എന്നൊക്കെ പറഞ്ഞാൽ മോശം. ഭയങ്കര ഷോ കളിച്ച് എൻ്റെ ദൈവമേ, അയ്യോ. കാരണം ഇത് മൈക്ക് പറയാമല്ലോ, ഈ ഷുഗർ മൈക്ക് ചെയ്യുന്ന വലിയ പാടാണ്. സൗണ്ടും നമ്മൾ കുറച്ച് മാറി നിന്ന് പറഞ്ഞാൽ അത് കിട്ടത്തില്ല. മൈക്കോട്ട് നിന്ന് നാടകം കളിക്കുന്ന, പിന്നെ ലാസ്റ്റ് നാടകനടന്മാരായിപ്പോയി. ഞാനും ജാഫറുമൊക്കെ ഭയങ്കര നാടകനടന്മാരായിപ്പോയി. മൈക്കനോട് പറഞ്ഞിട്ട് മാറും, ഉണ്ട് അടുത്ത ആൾ കയറും, ഇങ്ങനെ വന്നു പോയി അങ്ങനെയൊക്കെയുള്ള. എനിക്ക് തോന്നുന്നു ആ സമയത്തൊക്കെ സാമ്പത്തികമായിട്ട് ഭയങ്കര പ്രതിസന്ധിയിലായിരുന്നു. ജാഫറുമായിരുന്നു, താങ്കളൊക്കെ ആയിരുന്നു സാമ്പത്തികമായിട്ട് ഭയങ്കര. അന്നൊക്കെ ഒരു പ്രോഗ്രാം ചെയ്തില്ലേ നമുക്ക് ജീവിക്കാൻ പറ്റുന്നില്ലാത്ത അവസ്ഥയായിരുന്നു. സത്യമായിട്ടോ. അല്ലേ, ഈ പറഞ്ഞ വലിയ തുകയൊന്നും അല്ല, ചെറിയൊരു തുകയാണ്. പക്ഷെ അത് അടുപ്പിച്ചടുപ്പിച്ച് കുറേ ദിവസങ്ങളുള്ളതുകൊണ്ട് നമുക്കൊരു അന്നത്തെ കാര്യം കഴിഞ്ഞു പോകുന്ന ഒരു രീതിയിലേക്ക് അതൊരു മുതൽക്കൂട്ടായിരുന്നു. അല്ലേ, പക്ഷേ കണ്ണൻ്റെ ഒക്കെ ഒരു യാത്ര ഇപ്പോഴും കണ്ണനൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ കണ്ണനൊക്കെ ആർക്കോ ചെയ്ത് വെച്ച പുണ്യമാണ് കണ്ണത് ഇപ്പോഴും. അതെ, മനസ്സിൽ സങ്കട വിഷമമൊന്നുമില്ല, ഒന്നും ആയില്ല അല്ലെങ്കിൽ ഒന്നും ആകാൻ പറ്റില്ലല്ലോ എന്ന് ആ സങ്കടങ്ങളൊന്നുമല്ല. എന്തെങ്കിലും ആയാൽ കൊള്ളാം എന്നൊരു സങ്കടമേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല. വരും എന്നുള്ള പ്രതീക്ഷ അല്ല, എന്തായാലും വരട്ടെ. മാറ്റി നിർത്തപ്പെട്ടാലും മാറ്റി നിന്നിട്ടുണ്ടെങ്കിലും അത് നല്ലതിനാണെന്ന് കൂട്ടിയാൽ അതേ ഉള്ളൂ. ഈ മാറ്റി നിർത്തപ്പെട്ടവരൊന്നും ദുൽഖറിൻ്റെ കൂടെ അഭിനയിക്കാൻ പറ്റിയിട്ടില്ല. സത്യം കേട്ടോ, അതിന് അനുഗ്രഹം. സുരേഷ് ഗോപിച്ചേട്ടൻ്റെ കൂടെ അഭിനയിച്ചു. അതാ പറഞ്ഞത്, ഒന്ന് ആലോചിക്ക്, മാറ്റി നിർത്തപ്പെട്ടവരൊന്നും അഭിനയിച്ചിട്ടില്ല, നമ്മൾ അഭിനയിച്ച അവരൊക്കെ കൂടെയാണ്. അതെ, 2018 അതിനകത്ത് കുഞ്ഞു വേഷം ചെയ്തു. അതെ, അത് ആ വേഷം എടുത്തു കാണുന്ന വേഷമാണ്. അതെ, അത് വലിയ ദിവസം പോയി. അല്ല, അവിടെയും കണ്ണൻ വേണമെന്ന് അവർ ചിന്തിക്കുന്നുണ്ടല്ലോ. സത്യം, ആ ഡയറക്ടർ അദ്ദേഹം എന്നെ നേരിട്ട് വിളിച്ച കേട്ടോ. എനിക്ക് ഞാൻ തകർന്നു പോയി. കാരണം അദ്ദേഹമൊക്കെ എന്നെ വിളിക്കുക, ജൂഡ് ആന്റണി, അദ്ദേഹം നേരിട്ട് വിളിച്ച എന്നെ. കണ്ണൻ എന്നൊരു കലാകാരൻ അവരുടെ മനസ്സിൽ കിടക്കുന്നതുകൊണ്ടാണ്. സത്യം, ആരും പറയാതെ തന്നെ അവർ ഓർക്കുന്നു കണ്ണനാണ് ഇത് പറ്റിയ വേഷമെന്ന്. അതെ. അപ്പോൾ കണ്ണനെ ഇഷ്ടപ്പെടുന്നവർ ഇപ്പോഴും ഉണ്ട്. കണ്ണൻ്റെ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കണം. തീർച്ചയായും ഒരു കയറ്റമുണ്ടെങ്കിൽ ഒരു ഇറക്കമുണ്ട്. അത്രേ ഉള്ളൂ. എന്നെ ഇഷ്ടപ്പെടുത്തുന്നത് സൗഭാഗ്യങ്ങൾ ഒരുപാട് കൊടുക്കട്ടെ ഞാനും പ്രാർത്ഥിക്കുന്നു. അതെ, നമുക്ക് എന്തെങ്കിലും വരും. ഇപ്പോൾ കുട്ടികളൊക്കെ, മോന് ഡിഗ്രി കഴിഞ്ഞു, PG പാസ്സായി, സൗണ്ട് എഞ്ചിനീയറിംഗ് പഠിച്ചായിരുന്നു. ഇപ്പം തിരുവല്ല മാക് ഫാസ്റ്റ് ഒരു FM റേഡിയോയിൽ മോന് സൗണ്ട് എഞ്ചിനീയറാണ്. പിന്നെ മോളുണ്ട്, മോള് ചേർത്തലൊരു കോളേജ് പഠിക്കുക, ഫാം ഡിക്ക് പഠിക്കുക. മോള് പഠിക്കുന്നു, 2 പേര്. വൈഫ് വീട്ടിലുണ്ട്. എനിക്കൊരു കുഞ്ഞു കടയുണ്ട്, കൊച്ചു കടയാണ്. ആ കട ലാഭം കൊയ്തെടുത്തുകൊണ്ട് അത് നിർത്തി വെക്കേണ്ടി വന്നു. ഇപ്പോൾ കടയില്ല. കാരണം എല്ലാവർക്കും നല്ല പറ്റിയിരുക. അതുകൊണ്ട് അത് അങ്ങനെയല്ല, നമുക്ക് മുമ്പോട്ട് പോകണമെങ്കിൽ ഇന്ധനം വേണമല്ലോ. അതെ. ഇപ്പോൾ ഒരു ഇവിടുന്ന് അങ്ങോട്ട് കൊടുത്തെങ്കിലേ ഇവിടുന്ന് മേടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിൽ ആ ക്രയവിക്രയം നടക്കാത്തതുകൊണ്ട് ക്രയവിക്രയം നടക്കട്ടെ. എങ്ങനെയാണ് ജാഫറിന്റെ ഭാഷ പറയുകയാണെങ്കിൽ നടക്കട്ടെ, എന്നെ തെറി പറയും കേട്ടോ. അപ്പോൾ കണ്ട ഒത്തിരി സന്തോഷം. ഇനിയും ഒത്തിരി യാത്ര ചെയ്യുക. നമുക്ക് ഇനിയും കണ്ണൻ്റെ ഒക്കെ ഷോ ആണ്. ഞാൻ കണ്ണൻ്റെ ഒത്തിരി ഷോ കാണാൻ വന്നിട്ടുണ്ട്. അതാണ് എനിക്ക് കണ്ണനെ കാണാൻ വീണ്ടും പറയാം പല സ്ഥലങ്ങളിൽ. അതെ, എൻ്റെ സഹോദരൻ ഞാൻ ഒരുപാട് മമ്മൂക്കയുടെ കൂടെയും വലിയ താരങ്ങളുടെ കൂടെയൊക്കെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോണ്ടല്ലോ ഞാൻ ആഗ്രഹിച്ചിട്ട് ദൈവമേ എന്തെങ്കിലും ഒന്ന് മുന്നിൽ ചെന്ന് പെടാൻ പറ്റുമോ. പക്ഷേ ഒത്തിരി സന്തോഷം. നന്നായിരിക്കുക.